എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു തക്കാളി കറിയാണ്. അതായത് ഉള്ളിയും തക്കാളിയും കൂടി വഴറ്റിയിട്ടുള്ളത് കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ള കറിയാണ്, പക്ഷേ ഞാനൊരു പ്രത്യേക രീതിയിൽ ചില ചേരുവകൾ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എന്താണ് അതിന് പ്രത്യേകത എന്ന് മനസ്സിലാവും. സാധനം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, പക്ഷേ അപ്പോൾ എന്താണ് ഇത്ര വ്യത്യാസം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കാണണ്ടേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുൾ വീഡിയോ കണ്ടു നോക്കൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ വീഡിയോ കിട്ടുകയുള്ളൂ. മാത്രമല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ശരി, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന തക്കാളി റോസ്റ്റിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. തക്കാളി റോസ്റ്റാണ്, അപ്പോൾ അറിയാലോ തക്കാളി വേണം. ഞാനിവിടെ ഒരു 6 തക്കാളി അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയുടെ അളവ് കൂടുതൽ തന്നെ വേണം. പിന്നെ ഇനി സവോള വേണം. സവോള 2-3 എടുത്തിട്ട് തക്കാളി റോസ്റ്റായിട്ട് എന്താ സവോള കൂടുതലെന്ന് കരുതേണ്ട. സവോള ഇതിൽ നന്നായി ചേർക്കുമ്പോൾ തന്നെയാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നന്നായി വഴറ്റി വരുമ്പോൾ ഇതിൻ്റെ അളവൊക്കെ കുറഞ്ഞു വരും. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, വളരെ കുറവ് വേണ്ട, ജസ്റ്റ് ഒരു മണത്തിന്. ഒരു 2-3 പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് വേണ്ട മസാലകളാണ്. മസാലകൾ ചേർക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് കടായി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ കുറച്ച് കൂടുതൽ തന്നെ വേണം, കാരണം ഈ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വരേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിൽ നമുക്ക് കടുകും ഇതൊന്നും വറുത്തിടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സവോള ചേർത്ത് കൊടുക്കാം. എണ്ണ അത്യാവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവോള അരിയുമ്പോൾ നോക്കണം, കനം കുറച്ച് തന്നെ കണ്ടോ, ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് തന്നെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ. കാരണം ഇത് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് എത്രത്തോളം വഴണ്ടി വരുന്നുണ്ടോ അതിനനുസരിച്ചാണ് ഈ തക്കാളി റോസ്റ്റിൻ്റെ ടേസ്റ്റ്. അത് ഏത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെയാണ്. അതിൽ ചേർക്കുന്ന ഉള്ളിയുടെ നമ്മുടെ പാകമാവുന്നതിനനുസരിച്ചാണ്. ഉള്ളി എത്രത്തോളം വഴണ്ടി വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് റോസ്റ്റുകളിൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഇതിൽ ഉള്ളി നന്നായി വഴണ്ടി വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ഓരോരുത്തരും അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കണക്ക് പറഞ്ഞാൽ ശരിയാവില്ല, നിങ്ങൾ ഉണ്ടാക്കണതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ എന്തായാലും ഇവിടെ ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായി ഇളക്കി ചേർത്ത് നന്നായി ഇതൊന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായി ഇളക്കി ചേർക്കുക. ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി ചേർത്ത് അതിൻ്റെ കൂടെ നമുക്ക് കണ്ടോ ഈ 2-3 വെളുത്തുള്ളി നമ്മൾ വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെ 2-3 പച്ചമുളകും ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴണ്ടി വരട്ടെ. അതുവരേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായി വഴണ്ടി വരണം, അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുമല്ലോ. അത് കാരണം കൊണ്ട് തന്നെ ഇത് വഴണ്ടി വരട്ടെ. 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി വരണം കണ്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ ക്വാണ്ടിറ്റിയൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നു കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലരിതിൽ എന്താ ചെയ്യുക വെച്ചാൽ ഇങ്ങനെ ഉള്ളി ആയി കഴിഞ്ഞാൽ തന്നെ തക്കാളി ചേർത്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ തക്കാളി ചേർത്ത് കൊടുത്താണ്ടല്ലോ അതൊരു ടേസ്റ്റ് വരില്ല. കാരണം ആ തക്കാളിയുടെ ജലാംശം അതിൽ കിടക്കുന്ന സമയത്ത് ഇതിൽ മസാല ഇട്ടാൽ പിടിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം തന്നെ മസാല ഇട്ട് ഒന്ന് വരട്ടിയതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഉണ്ടല്ലോ, ഈ തക്കാളി വഴറ്റുന്നത് പലരും ഉണ്ടാക്കും, പലതരത്തിലുണ്ടാക്കും. പക്ഷെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് നല്ല രീതിയിൽ ഉണ്ടാക്കിയാൽ തന്നെയാണ് കേട്ടോ കിട്ടുള്ളൂ. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ കുറച്ച് മുളക് പൊടിയാണ്. അത് മുളക് പൊടി അവനവൻ്റെ എരിവിനനുസരിച്ച് 2 പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒപ്പം തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി കുറേ ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് നമുക്ക് ഇളക്കി ചേർക്കാം. ഇങ്ങനെ നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ഇതിന് ശേഷം നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതായത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതാണ് നമ്മളെ തക്കാളി റോസ്റ്റിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കട്ടെ. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ നന്നായി ചേർത്ത് കൊടുത്തു. പാകത്തിന് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കണം, അതായത് ഞാൻ സാധാരണ ഈ തക്കാളിയും ഉള്ളിയും കൂടി വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മുടെ സാമ്പാർ പൊടി കേട്ടോ. സാമ്പാർ പൊടി, അത് ഏത് സാമ്പാർ പൊടി ആയാലും വേണ്ടില്ല, ഏത് ബ്രാൻഡ് ആയാലും വേണ്ടില്ല, അത് ഞാൻ 1 സ്പൂണ്, അതായത് ഈ മുളക് പൊടി എത്ര ഇട്ട് അതിൻ്റെ ഏകദേശം അളവിൽ തന്നെ അതേ അളവിൽ തന്നെ
ഈ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കും. ഇതും കൂടി ചേർത്തിട്ട് ഈ തക്കാളി വഴറ്റിയത് ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഇതൊരു വേറെ ലെവലാണ്. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഈ മസാലകളിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം നന്നായിട്ട് പോകണം. ഇതിൽ വേറെ ഗരം മസാലയോ ചിക്കൻ മസാല ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആയാൽ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഈ തക്കാളിയും ഉള്ളിയും കൂടി വഴറ്റുന്നതിൻ്റെ ടേസ്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഉള്ളി വഴറ്റുന്നതിലാണ് കൂടുതലായിട്ട് ഇത്. പിന്നെ ഈ ചേർക്കണം മസാലകളിലും ആണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, 5-6 തക്കാളി ഞാൻ നല്ല പഴുത്ത തക്കാളിയാണ്. അതങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇതിങ്ങനെ കിടന്ന് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. തക്കാളി നന്നായി സോഫ്റ്റായി വന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരുള്ളൂ. അപ്പോൾ 2-3 മിനിറ്റ് അടച്ച് വെച്ച് തന്നെ വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക വേണം. കാരണം നമ്മളിതിൽ വെള്ളം ഒഴിക്കണില്ല, ഇപ്പോൾ വെള്ളം ഒഴിക്കില്ല. ഈ തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റ് ആവട്ടെ. അതിനുശേഷം നമുക്കൊരു കുറച്ച് നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ശരി, എന്നാൽ 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇത് സോഫ്റ്റായി വരട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ അതാ നന്നായി വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അങ്ങനെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും കൂടി നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായി വെന്ത് പാകമായി. ഇനി നമുക്കിതിൽ വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം എല്ലാം ഇങ്ങനെ തന്നെ വേണമെന്നുള്ളവർക്കോ ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കുക. കുറച്ച് ചേർക്കൊണ്ടു ഒന്ന് ലൂസാക്കാൻ വേണ്ടി മാത്രം. കാരണം ഇതിപ്പോൾ നമ്മളെന്താ ദോശയ്ക്കോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ കൂടെ കഴിക്കാനല്ലേ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിള വരട്ടെ. ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ തന്നെ വേണ്ട നല്ല മിക്സായി നല്ല ലൂസായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഉള്ളിയൊന്നും കാണില്ല. അപ്പോൾ ഈ ഉള്ളി എന്താ വെച്ചാൽ നന്നായിട്ട് വെന്ത് വന്നാലേ അങ്ങനെ ആവുള്ളൂ. അല്ലെങ്കിലോ ഉള്ളിയൊക്കെ ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കും. അപ്പോൾ അതാണ് ഉള്ളി നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് വരണം. അതുപോലെ തന്നെ തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മസാലകളൊക്കെ ചേർന്ന് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളക്കട്ടെ. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കണം, എന്നാലും ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി മിക്സായിട്ടുണ്ട്. തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായി മാറിപ്പോയിട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു പഞ്ചസാര കൂടുതൽ ചേർക്കരുത്. അറിയാലോ, പഞ്ചസാര അത്ര നല്ലതൊന്നല്ല. പക്ഷെ ഒരു നുള്ള്, വളരെ ഒരു നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. കാരണം ഇതിൽ ശർക്കര സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇതിൽ തന്നെ വേണം, പഞ്ചസാര വേണം. അതുകൊണ്ട് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതൊരു നുള്ള്. ആ ഒരു നുള്ളു പഞ്ചസാര ഇതിൽ ടേസ്റ്റിന് വളരെ വ്യത്യാസം ഉണ്ടാക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളി കറി റെഡിയായി കഴിഞ്ഞു. തക്കാളി വഴറ്റിയത് റെഡിയായി. ഉള്ളിയും തക്കാളിയും വഴറ്റിയത്. ഇത് മിക്ക വീട്ടുകളിലും പലപ്പോഴും ഉണ്ടാക്കുന്ന കറിയാണ്. പക്ഷെ എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ ഇത് ചേർക്കുന്ന ചേരുവകളുടെ വ്യത്യാസമാണ് തന്നെ രുചികളിൽ. പലരും ഉണ്ടാക്കുന്നതിന് പല രുചിയാണ്. അതെല്ലാം അങ്ങനെ തന്നെയാണ് പാചകം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ കാര്യത്തിലൊരു പ്രത്യേകത ഉണ്ട്. തക്കാളിക്കറി വന്ന് പലർക്കും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇതാണ്. അതാണ് ഞാൻ കാണിച്ചത്. സിമ്പിൾ കറിയാണ്. ആൾക്കാർ വിചാരിക്കുമ്പോൾ എന്താ പതിലത്തിൽ കാണിക്കുക. പക്ഷേ അത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കുന്ന രീതി ഒന്ന് വ്യത്യാസമാണ്. അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഈ ഒരു തക്കാളിക്കറി ഉണ്ടെങ്കിൽ ദോശയ്ക്കും ഇഡ്ലിക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കും എല്ലാം അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തോന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ ഞാൻ ചേർത്തിട്ടുള്ള ചേരുവകൾ ചേർത്ത് ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.